ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാഴ്ചകളെ എന്താ പറയാ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു വെളിച്ചാണ് അല്ലെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇന്നർ വിഷൻ ആണെങ്കിൽ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വെളിച്ചം കാണുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ എന്ത് വേണം. ഓക്കെ. അപ്പൊ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ടിനകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ വേണ്ടത് ഒരു അവയർനെസ് ആണെന്നുള്ള ഒരു കാര്യം പറഞ്ഞു അല്ലെ. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് പോസിബിലിറ്റീസ് പുതിയതായിട്ട് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ടിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ അവയർനെസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ട അവയർനെസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. ആ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു വെളിച്ചം വരും. ഓക്കെ. നമ്മുടെ ഉള്ളില് നമ്മളെപ്പോഴും ശരിക്കും പറഞ്ഞാല് നമ്മളൊക്കെ ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഇരുട്ടിലാണ് ഇപ്പോഴും ഉള്ളത്. നമ്മൾ ആ വെളിച്ചത്തിലേക്ക് എന്ത് ചെയ്യുക, കടന്നു വരിക. ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ടിനകത്ത് നമ്മൾ ആ ഒരു വെളിച്ചത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചുള്ള കൃത്യമായ അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. ആ അവയർനെസിന്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു ഡിജിറ്റൽ വർക്കിലൂടെ ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാം, അതിലൂടെ നമുക്ക് എങ്ങനെ മികച്ച ഒരു വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എത്ര ഇമ്പോർട്ടൻറ്റോട് കൂടിയിട്ട് മനസ്സിലാക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ. നമ്മള് ശരിക്കും പറഞ്ഞാല് വിത്തൗട്ട് ലൈറ്റ് യു ക്യാൻ സീ ദ പാത്ത് എന്ന് പറയാം അല്ലെ. ഒരു വെളിച്ചം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വഴി കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വെളിച്ചം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് നോളജ് യു ക്യാൻ ഗ്രോ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വെളിച്ചമില്ലെങ്കിൽ നമുക്കൊരു വഴി കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിനകത്ത് കൃത്യമായ നോളജ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വളരാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്, അപ്പൊ നമ്മൾ ഓരോ വ്യക്തികളും വേണ്ടത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. എപ്പോഴാണോ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മൈൻഡിലേക്ക് ഒരു വെളിച്ചമായിട്ട് ഈ ഒരു കാര്യം മാറുന്നത്, ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഭയം ഇല്ലാതെ ആവുള്ളൂ അല്ലെ. നമുക്ക് കൃത്യമായിട്ട് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ഭയം ഇല്ലാതെ ആവുള്ളൂ. ഭയം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, അവിടെ കോൺഫിഡൻസിന് ഒരു പുതിയ തുടക്കം ഉണ്ടാവും അല്ലെ. ഒരു നല്ലൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ഏതൊരു വ്യക്തിയുടെ മുന്നിലേക്കും പോവാൻ സാധിക്കുന്നത്, ആരെന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന് നമുക്ക് തോന്നുന്നത്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരുന്നത്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ഭയത്തെ നമ്മൾ ഇല്ലാതാക്കുന്നത് എന്ന് പറയുന്നത് കൃത്യമായ അവയർനെസ് കിട്ടുമ്പോഴാണ്, കൃത്യമായ വെളിച്ചം നമ്മളിലേക്ക് എത്തുമ്പോഴാണ്. ഓക്കെ. ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ വരുന്ന ഓരോ ദിവസവും ഓരോ 7 AM ക്ലബിലും വരുന്ന ഒരുപാട് സെഷനുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ സെഷനുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിലെ ഏതെങ്കിലും ഒരു വ്യക്തി എടുത്ത ഒരു സെഷനെ നമുക്ക് പൂർണ്ണമായി നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടെന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ അതിനെ എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ അത്രത്തോളം നല്ല രീതിയിൽ അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിവൈൻ ഡയറക്ഷൻ ആണ് അല്ലെ. നമുക്കൊരു വെളിച്ചം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ഒരു ദിശ വേണം അല്ലെ, നടക്കാനുള്ള ഒരു ദിശ വേണം. ആ ദിശ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ദ പവർ ഓഫ് പർപ്പസ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്, എന്ത് ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും പർപ്പസ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ആ ഒരു പർപ്പസ് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊജക്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളത് പോലും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം.
നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊജക്ടിനെ ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഡയറക്ഷൻ ഗിവ്സ് മീനിങ് ടു യുവർ ജേണി. അതായത് കൃത്യമായിട്ട് നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ, ഒരു കൃത്യമായി ഒരു എത്തേണ്ട ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ, ഒരു ദിശ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി നമ്മുടെ യാത്ര എന്ത് ചെയ്യും, ഒരു അർത്ഥമുള്ളതാക്കും അല്ലെ. നമ്മൾ എവിടേക്കാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിജയിക്കാൻ പറ്റുന്നത്. ഒരു ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കുന്നതും ഒരു ലക്ഷ്യം ഉണ്ടായിട്ട് സഞ്ചരിക്കുന്നതും രണ്ടും രണ്ടാണ് അല്ലെ. ഇവിടെ നിങ്ങൾ വന്നിട്ടുള്ളത് കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് എന്ത് ദൗത്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് നിങ്ങൾ എന്ത് ദൗത്യത്തിന്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, തിരിച്ചറിയുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫിനാൻഷ്യൽ ഫ്രീഡം ആണോ, അല്ലെങ്കിൽ ടൈം ഫ്രീഡം ആണോ, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ സമൂഹത്തെ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനെ കുറിച്ച് മനസ്സിലാക്കുക. ഒരു പർപ്പസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസൾട്ടിനൊരു ഇന്ധനമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു എനർജി ആയിട്ട് മാറുന്നത് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് ആണ്. ആ പർപ്പസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യവും കാണാൻ പറ്റില്ല. അതായത് ഒരു ദിശയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒരു കൃത്യമായിട്ട് ഒരു പർപ്പസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ പോലും, അയാൾ മെല്ലെ മൂവ് ചെയ്യുകയാണെങ്കിൽ പോലും അതാണ് ഏറ്റവും പവർഫുൾ. ഏതിനേക്കാളാണ് അത് പവർഫുൾ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് എന്തുണ്ട്, ലക്ഷ്യമില്ലാതെ അലയുന്നുണ്ട് അല്ലെ. ഒരു ലക്ഷ്യവും ഇല്ലാതെ, ഒരു പർപ്പസും ഇല്ലാതെ ഒരു കൂട്ടം ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവരെക്കാൾ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ നടക്കുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഓരോ വ്യക്തികൾക്കും കൃത്യമായി എത്താൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക, ഒരു ദിശ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിഷനാണ് അല്ലെ. ഇവിടെ എത്ര പേര് ആ ഒരു വിഷനോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കുക. ഒന്ന് എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യൂ. ഞാൻ ചോദിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു കാര്യം എന്താന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന, ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ആ ഒരു കളർ ഉണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള കളറുകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക, എല്ലാവരും ഒന്ന് കണ്ണടക്കുക. ഇപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ടാവും. ആ കളേഴ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇപ്പോൾ അല്ലെ. പല രീതിയിൽ കളർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ മൈൻഡിലേക്ക് ഒരുപാട് കളറുകൾ വരുന്നുണ്ടാവും. ആ കളർ ഏതാന്നുള്ളത് എല്ലാവരും കണ്ണോർന്നു, ആ കളർ ഏതാന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ കാര്യം എന്താണെന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുള്ളത് കളറായിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. എന്താണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഒരുപാട് പേര് ഓക്കെ പല കളറും മിന്നി പറയുന്നു. അതാണ് യഥാർത്ഥത്തില് ഒരു കളർഫുൾ ആയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട്. ഒരുപാട് പേർക്ക് ഓരോരുത്തര് ഓരോ കളറിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും പല രീതിയിലുള്ള കളറുകൾ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും മഴവില്ല് കണ്ടവരുണ്ടോ? റെയിൻബോ കണ്ട ആൾക്കാരുണ്ട്? റെയിൻബോ മഴവില്ല്, സൂപ്പർ മഴവില്ല്. ഓക്കെ, മഴവില്ല് കണ്ട ആൾക്കാരുണ്ട് അല്ലെ. ആരെങ്കിലും ജെംസ് മിഠായി കണ്ടവരുണ്ടോ? ജെംസ് മിഠായി, ജെംസ് നമ്മുടെ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുള്ള ജെംസ് കണ്ട ആൾക്കാരുണ്ടോ? ആരെങ്കിലും സൺലൈറ്റിന്റെ പരസ്യം കണ്ട ആൾക്കാരുണ്ടോ? സൺലൈറ്റ് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് സൺലൈറ്റിലൊക്കെ കാണാൻ പറ്റുന്നത്. ഓക്കെ, എന്തായാലും ഇതുപോലെ നമുക്ക് ഒരാൾക്കും ഒരു കളർ മാത്രമായിരിക്കില്ല വന്നിട്ടുണ്ടാവുക. കളർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ടാവും അല്ലെ. ഒരുപാട് നല്ല രീതിയിലുള്ള കളറുകൾ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം കളർഫുൾ ആയിട്ട് മാറട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ്. എന്തായാലും ഞാൻ അത് ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത്,
നമുക്കൊന്ന് കണ്ണടച്ചപ്പോ ഒരു നിറത്തെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഒരു നിറത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞപ്പോ, നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, റോസ് ബാബു റോസ് എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് കൃത്യമായിട്ട് ഒരു അല്ലെ കളറിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു കളർ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അതായത് നമുക്കൊരു കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി കാണാൻ സാധിക്കും എന്നുള്ളതാണ് വിഷന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, നമുക്ക് എന്ത് ചെയ്യണം, ആ കാര്യത്തെ നമുക്ക് കാണാൻ സാധിക്കണം. എന്താണ്, നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു കാര്യത്തെ കാണാൻ സാധിക്കണം. ഞാനൊരു കാർ എടുക്കുന്നുണ്ട് എന്നുള്ളത്, ഞാനൊരു കാർ എടുത്തു എന്നുള്ള രീതിയിൽ, ആ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, കാണാൻ സാധിക്കണം. ഇപ്പൊ മുസ്തഫക്ക കഴിഞ്ഞ ദിവസം ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ലോഞ്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ഒരുപാട് കാലം മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഡ്രീം ആയിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വിഷൻ ആയിട്ട് ആ സാധനം കിടക്കുന്നുണ്ടാവും. അദ്ദേഹം അതിൽ യാത്ര ചെയ്യുന്നത് കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിലൂടെ വരുമാനം ലഭിച്ചതിന് ശേഷം അതിലൂടെ യാത്ര ചെയ്യുന്ന എന്ത് ചെയ്തിട്ടുണ്ടാവും, അദ്ദേഹം സ്വപ്നം കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഉസ്മാൻ കുട്ടിക്ക എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ നമ്മുടെ ടീം കരീബിയൻ ഫോഴ്സിലെ ഉസ്മാൻ കുട്ടിക്ക ഒരു വാഗനർ കാർ എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് കാലമായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണത്. ആ ഒരു സ്വപ്നം കൃത്യമായ ഒരു വിഷനോട് കൂടിയിട്ട് കണ്ടത് കൊണ്ട് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു റിയാലിറ്റിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നല്ല രീതിയിൽ ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ പിക്ചറൈസ് ചെയ്തുകൊണ്ട് അത് നമുക്ക് ഭാവിയിൽ നമുക്ക് എന്തായാലും കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നത്, കഷ്ടപ്പെടുന്നത്. അതൊരു വാഹനമായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വീടായിക്കോട്ടെ, നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതമായിക്കോട്ടെ, നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിക്കോട്ടെ, എന്തായാലും അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതൊരു വിഷനോട് കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ. വിത്തൗട്ട് വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വേസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടൊരു വിഷനോട് കൂടിയിട്ട് ഒരു കാര്യം ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ 100% പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നിങ്ങൾ ചിലപ്പോൾ ഒരു വീടിന് വേണ്ടി സ്വപ്നം കാണുന്നത്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോൾ ഒരു വീട് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലെ. അതിന് കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടായിരിക്കണം. എൻ്റെ വീട്ടിലെ ഈ റൂമിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, എൻ്റെ വീട്ടിലെ ഹോൾ ഇതുപോലെ ആയിരിക്കണം, എൻ്റെ വീട്ടിലെ ഞാൻ ഉദ്ദേശിച്ചതുപോലെയുള്ള ടൈൽസ് അല്ലെങ്കിൽ മൊസൈക്ക് അല്ലെങ്കിൽ മാർബിൾ ഇടണം, എൻ്റെ വീടിന്റെ അപ്സ്റ്റെയറിൽ എനിക്ക് ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം, എൻ്റെ വീട്ടിൽ എനിക്കൊരു കോർട്ട്യാർഡ് ഉണ്ടാവണം, എൻ്റെ വീട്ടിൽ എനിക്ക് വായിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവണം, എൻ്റെ വീട്ടിൽ എൻ്റെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഓഫീസ് റൂം ഞാൻ ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അതിനെ റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം 100% ഷുവറാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണ്, ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്താണ്, ലൈറ്റ് ആണ്. ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഇപ്പോഴും വെളിച്ചത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയട്ടാ, കാരണം മറന്നു പോകരുത് എന്നുള്ള നിലയിൽ, ലൈറ്റാണ്, നമ്മൾ ഇപ്പോഴും വെളിച്ചത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. BC 400 കാലഘട്ടങ്ങളിൽ ഡയോജനിസ് എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തികൻ ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേരത് കേട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. എന്തായാലും BC 400 കാലഘട്ടത്തില് ഒരു സൈദ്ധാന്തികൻ, ഡയോജനിസ് എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തികൻ പകൽ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കണ്ണ് കെട്ടിയിട്ട് ഒരു വിളക്കും കത്തിച്ചുകൊണ്ട് സത്യസന്ധനായിട്ടുള്ള മനുഷ്യരെ തേടിയിട്ട് നടന്നിട്ടുണ്ട്. ഒരുപാട് പേരെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. പക്ഷെ സത്യസന്ധനായ ഒരു മനുഷ്യനെ തേടിയുള്ള ഒരു യാത്രയായിരുന്നു. അതും ഒരു വെളിച്ചം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതുപോലെ ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനെ അന്ന് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിലേക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, ഒരു വെളിച്ചം നമ്മളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക, അതിന് കൃത്യമായിട്ടുള്ള ഒരു ദിശ നിർണ്ണയിക്കുക, അതിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു വിഷൻ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമ്മുടെ ടീമുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ട കാര്യം, നമ്മൾ എത്ര ലക്ഷം രൂപ, എത്ര കോടി രൂപ നമ്മൾ ഏൺ ചെയ്തെടുത്തു എന്നുള്ള ഒരു കാര്യം, നമ്മൾ അല്ലെങ്കിൽ ഏൺ ചെയ്തെടുക്കണം എന്നുള്ള ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളൊക്കെ
എത്ര പേരുടെ ടീം നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ എത്ര പേര് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാവോ? നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങൾ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന ടീമിനകത്ത് എത്ര പേര് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? ടൈപ്പ് ചെയ്തോ, ടൈപ്പ് ചെയ്തോ. ആരെങ്കിലും എന്തെങ്കിലും ഒരു കൗണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളും എന്ത് ചെയ്യണ്ട, അത് ഏറ്റുപിടിക്കേണ്ട. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ടീമില് എത്ര പേര് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അൺലിമിറ്റഡ്. ഓക്കെ, എന്തായാലും എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു കമന്റ് എന്ന് പറയുന്നത് നോ നോ ലിമിറ്റ്, അൺലിമിറ്റഡ്. ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത്. കാരണം വെച്ച് കഴിഞ്ഞാല് മോർ ദാൻ 1 lakh എന്തായാലും നല്ല ഒരു എന്താ പറയാ സൂം യൂസർ, പേരൊന്നും അറിയില്ല, എന്തായാലും സൂം യൂസർ എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്തായാലും ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിലാട്ടോ, അൺലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് നമുക്ക് നമ്മുടെ ടീമിൽ കൗണ്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പോലും എണ്ണിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വലിയ ഒരു ബിഗ്ഗസ്റ്റ് ടീം നമ്മൾ ഓരോ വ്യക്തികൾക്കും വേണമെന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു രീതിയിൽ ആ ഒരു വിഷൻ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരുപാട് ലക്ഷക്കണക്കിന് പേരല്ലേ, ആയിരക്കണക്കിന് പേരല്ലേ, പതിനായിരക്കണക്കിന് പേര് അവരുടെ ഒരു ടീം ലീഡറാണ് ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസും, ആ അത്രയും ടീമിനെ നിങ്ങൾക്ക് നയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും അവർ കൃത്യതയോട് കൂടിയിട്ട് എന്ത് ചെയ്യും, കേൾക്കും. കാരണം എന്താണ്, നിങ്ങൾ അവിടെ കൃത്യമായിട്ടൊരു ലെഗസി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വാക്കുകളെ കേൾക്കാൻ ആൾക്കാർ തയ്യാറാവും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആവണം അല്ലെ. ഇവിടെ ചോദിച്ചപ്പോ 20ഉം 50ഉം 100ഉം പറഞ്ഞവരെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിഷനെ നിങ്ങളൊന്ന് മാറ്റി പിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3925 എന്ന് പറയുന്നത്, 3925 എന്ന് പറയുന്നത് മേ ബി നമ്മുടെ ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ എന്താ പറയാ 5, 25, 125, 625, ആ ഒരു 3125 എന്നുള്ള ആ ഒരു കൗണ്ട് നോക്കിയിട്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നു, ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നല്ല രീതിയിലൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, നിങ്ങളുടെ ടീമിനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, നിങ്ങളുടെ ഗ്രോത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ഇന്ന് സഞ്ചരിക്കുന്നത് ഒരു ബൈക്കിലാണെങ്കിൽ നാളെ അതൊരു നല്ല രീതിയിലുള്ള ഒരു കാറിലേക്ക് മാറണം, മറ്റന്നാൾ അത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു വാഹനത്തിലേക്ക് മാറണം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോ വ്യക്തികൾക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് അവിടെയാണ് ശരിക്കും പറഞ്ഞാല് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഓരോ അച്ചീവ്മെന്റ്സും എടുക്കാൻ സാധിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വിഷൻ ആണ് നമുക്ക് ഒരു ഫോക്കസ് തരുന്നത് പറയുന്നത്. ഓക്കെ, വിഷൻ നമുക്ക് നല്ലൊരു ഫോക്കസ് തരുന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷനുമായിട്ട് ചേർന്ന് പോകുന്ന ആൾക്കാരായിരിക്കും, എന്താണ്, നമ്മുടെ വിഷനുമായിട്ട് ചേർന്ന് പോകുന്ന ആൾക്കാരായിരിക്കും നമ്മളിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരുപാട് ടീമിനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് അതുപോലെയുള്ള ആൾക്കാരും കടന്നു വരിക. നമ്മളിപ്പോ 10-20 പേര് മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും കടന്നു വരുന്നുണ്ടാവും. അപ്പൊ നമ്മളെപ്പോഴും എന്താ ചെയ്യേണ്ടത്, നമ്മുടെ വിഷനെ നമ്മളെപ്പോഴും വലുതാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വിഷൻ ഫോക്കസോട് കൂടിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡ്രീംസിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിഷൻ ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തൊരു വിഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് വളരെ വിദൂരമല്ല, ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അത് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യം 100% ഷുവർ ആണ്. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു വിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആക്ഷൻ ആണ് അല്ലെ. ഒരു ആക്ഷൻ ഉണ്ടെങ്കിലേ ആ വിഷൻ എന്ത് ചെയ്യുള്ളൂ, ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് പോലും ആക്ഷൻ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കൃത്യമായിട്ട്
അറിവ് കിട്ടിയിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള വെളിച്ചം കിട്ടിയിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു വിഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുന്നത് ഒരു ആക്ഷൻ ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു നോളജും വിഷനും കൊണ്ട് മാത്രം ഇരിക്കുക വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് സാധനവും യൂസ്ലെസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കൃത്യമായി ആക്ഷൻസ് എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കോയിൻഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? സ്റ്റാർട്ട് ഷെയറിങ് ദ ഐഡിയ. അതായത് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. എന്താണ്? നമുക്ക് കോയിൻഫോർജ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൽ ഒരു അഫിലിയേഷൻ പ്രോഗ്രാം ഉണ്ട്. അതാണ് അതിന്റെ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം. പിന്നീട് അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളും മൈനിങ് പ്ലാറ്റ്ഫോമുകളും സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമുകളും NFT പ്ലാറ്റ്ഫോമുകളും അതുപോലെ തന്നെ ഇതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണം. ഓക്കെ, എന്താണ് ഈ ഒരു സിസ്റ്റം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഒരു സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഏതൊരു വ്യക്തിയും വന്ന പാട് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നത് ചിലപ്പോൾ ബാക്കിയുള്ള ലീഡേഴ്സിന് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്ന പാട് ചെയ്യേണ്ടത് ഒരു പുതിയ റെഫറൽ വെക്കുക എന്നുള്ളതല്ല. ഓക്കെ, നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്ന പാട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു റെഫറൽ വെക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കെങ്കിലും കൃത്യതയോടുകൂടി പഠിക്കുക എന്നുള്ളതാണ്. ആ ഒരു പഠനത്തോട് കൂടിയിട്ട് നിങ്ങൾ മൂവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ബാക്കപ്പ് സപ്പോർട്ടിന് എന്തായാലും നമ്മൾ ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ എപ്പോഴും ഡിപ്പെൻഡൻസിയിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചുകൾ എന്ത് ചെയ്യേണ്ടി വരും? ഓവർകം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ വ്യക്തികളും ശ്രദ്ധിക്കുക. നമ്മുടെ ദിവസവും നമ്മൾ ചെറിയ ഒരു ആക്ഷൻ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ പോലും അതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലോങ് ടേം റിസൾട്ട് ഉണ്ടാക്കി തരും എന്നുള്ള കാര്യം എന്താണ്? 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആക്ഷൻ ടേൺസ് പൊട്ടൻഷ്യൽ എനർജി ഇൻ ടു സക്സസ് എനർജി. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ആക്ഷൻസിനെ എന്ത് ചെയ്യുക? പൊട്ടൻഷ്യൽ എനർജി ആക്കി മാറ്റിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സക്സസ് എനർജി ആക്കി മാറ്റാനുള്ള ഒരു ശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻസ് എന്തായി? ഫുൾഫിൽ ആവും. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്നത് ദിവസം 1-2 പേർക്ക് പ്ലാൻ കൊടുക്കുന്നതാണെങ്കിൽ അതെല്ലാ ദിവസവും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ദിവസം 2 പേർക്ക് പ്ലാൻ കൊടുക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഒരു ചെറിയ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു 30 ദിവസത്തിൽ നിങ്ങൾക്കൊരു 60 പേരിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പർച്യൂണിറ്റീസ് എത്തിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു വർഷത്തില് ഏകദേശം 730 പേരിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പർച്യൂണിറ്റി എത്തിച്ചു കൊടുക്കാൻ പറ്റും. 730 പേര് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഒരിക്കലും അത് പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ 730 അല്ല 7300 എത്തുന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇവിടെ ഒരിക്കലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, അതിനേക്കാൾ ഉപരി നമുക്കൊരു ടീം ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? ഓരോ വ്യക്തികളും കൃത്യതയോടുകൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അഹോരാത്രം പണിയെടുത്തു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് എന്തായാലും 100% നമ്മളിലേക്ക് ഈ ഒരു യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും വേണ്ട എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു ആക്ഷൻ മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ആക്ഷൻ മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. ആക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓരോ കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് മാത്രം നമ്മളിലേക്ക് ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. നമ്മൾ അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. എക്സിക്യൂട്ട് ചെയ്യുന്നവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക? വിജയിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, എക്സിക്യൂട്ട് നല്ല രീതിയിൽ ആരാണോ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിജയിക്കാൻ സാധിക്കുള്ളൂ. ദ ഡിസിപ്ലിൻ ഓഫ് വിന്നേഴ്സ് എന്നാണ് എക്സിക്യൂഷനെ പറ്റി പറയുന്നത്. നല്ല രീതിയിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു വ്യക്തിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തില് ഡെയിലി അതിനെന്ത് ചെയ്യുക? ഫോക്കസോട് കൂടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട്
ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു ആക്ഷൻ മാത്രമാണെങ്കിൽ ആ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, അത് നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് അവർ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എംപവർ നടത്തുന്ന ഓരോ ട്രെയിനിങ്ങുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ വ്യക്തികളും മനസ്സിലാക്കുക, നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ എംപവർ നൽകുന്ന ഓരോ ട്രെയിനിങ്ങുകളെയും കൃത്യമായി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എംപവർ നൽകുന്ന ട്രെയിനിങ്ങുകൾ ഏതൊക്കെയാണ് അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്യാവോ? എംപവർ നൽകുന്ന ട്രെയിനിങ്ങുകൾ ഏതൊക്കെയാണ് അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്യാവോ? എംപവർ നൽകുന്ന ട്രെയിനിങ്ങുകൾ അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്യും. എന്തായാലും എല്ലാവർക്കും അറിയുന്ന കുറെ കാര്യങ്ങൾ അല്ലേ, നമുക്ക് എന്തായാലും നല്ല 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 അടിപൊളി സൂപ്പർ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചാറ്റ് ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെ, എന്തൊക്കെയാണ് എംപവർ നൽകുന്ന ട്രെയിനിങ്ങുകൾ. നമുക്ക് കൃത്യമായിട്ടുള്ള 7 AM ക്ലബ്ബ് ഏറ്റവും മികച്ച, അതായത് ഇന്ന് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാല് ഒരുപാട് പേര് നല്ല രീതിയിൽ നെറ്റ്വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു 7 AM ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബിസിനസിനെ മാത്രം റിലേറ്റ് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഒരു വ്യക്തമായിട്ടുള്ള ഒരു വിഷനോട് കൂടിയിട്ടാണ് ടീം എംപവർ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികൾക്കും ഇതിന്റെ 7 AM ക്ലബ്ബ് തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട് അല്ലെ. ഒരു പുതിയ ഒരു വ്യക്തി ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു വെൽക്കം മീറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു ബേസിക് ബിസിനസ് സെമിനാർ കൊടുക്കുന്നുണ്ട്. ആ ബേസിക് ബിസിനസ് സെമിനാർ കിട്ടിയതിന് ശേഷം ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യതയോടുകൂടി ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ഒരു ഗ്രോത്ത് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വ്യക്തിയെ നല്ലൊരു ലീഡറാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ വെക്കുന്നുണ്ട് അല്ലെ. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഇതുപോലെയുള്ള ഒരു പ്രൊജക്റ്റിനകത്ത് ട്രെയിനിങ്ങുകൾ എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്, ഗ്രാൻഡ് അസോസിയേഷൻ കിട്ടുന്നുണ്ട്, BOPകൾ കിട്ടുന്നുണ്ട്, അത്തരത്തില് ടെക്നിക്കൽ വർക്ക്ഷോപ്പുകൾ കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ട്രെയിനിങ്ങുകൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സിക്യൂഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതിനെ എത്ര പേര് സീരിയസ് ആയിട്ട് എടുക്കുന്നോ, എത്ര പേര് എല്ലാ ദിവസവും 7 AM ക്ലബ്ബ് അറ്റൻഡ് ചെയ്യുന്നു, എത്ര പേര് അവർക്ക് ലഭിക്കുന്ന RTPകളിലൂടെ പുതിയ പുതിയ അറിവുകൾ നേടുന്നു, എത്ര വ്യക്തികൾ ChatGPT പോലെയുള്ള ഗൂഗിളിന്റെ ജെമിനി AI പോലെയുള്ള അല്ലെങ്കിൽ ഡീപ് സീക്ക് പോലെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട്, അതും അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെ കൃത്യതയോടുകൂടി പഠിച്ചെടുക്കുന്നു, അതിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കാൻ തയ്യാറാവുന്നു. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്രോ ചെയ്യുന്ന മൈൻഡ് സെറ്റിലേക്ക് കൃത്യമായിട്ടൊരു എക്സിക്യൂഷനോട് കൂടിയിട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഗ്രോ ചെയ്യാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അതിന് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സ്പോൺസേഴ്സിനെ കുറ്റം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ സ്പോൺസേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ വ്യക്തികൾക്കൊക്കെ വെൽക്കം മീറ്റിങ്ങുകൾ കൊടുക്കുന്നത്. കൃത്യമായിട്ട് ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾ ഇവിടെ പെർഫോം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വില നോക്കാതെ നിങ്ങൾ ഇതിന്റെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർത്തൊക്കെ പോയി കഴിഞ്ഞാൽ 10,000 കൊടുത്ത് അറ്റൻഡ് ചെയ്യേണ്ട ട്രെയിനിങ്ങുകൾ ഇവിടെ മേ ബി ഒരു 4,000 4,500 5,000 6,000 രൂപയിൽ ഒതുങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെയിനിങ്ങുകളെ നമ്മൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയിട്ട് ആ ട്രെയിനിങ്ങിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ടീമിലെ ഓരോ മെമ്പേഴ്സിനും അവരെ കൂടി ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യിപ്പിക്കണം എന്നുള്ള
ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ 100% ഞാൻ ഷുവർ പറയുന്നു, ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സിക്യൂഷൻ നടക്കും. നല്ല രീതിയിൽ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് ഒരു വിന്നർ ആവാനുള്ള സാധ്യത 100% ആണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ നിങ്ങളൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ടീമിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ഓരോ കാര്യങ്ങളെയും, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഡിസിപ്ലിനോട് കൂടിയിട്ട് നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അനുഭവിക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ഐഡിയാസ് എന്ന് പറയുന്നത് നമുക്ക് ഈസിയാണ് അല്ലെ. ഒരുപാട് ഐഡിയാസ് നമ്മുടെ ഓരോരുത്തരുടെയും മൈൻഡിലുണ്ട് അല്ലെ. നിങ്ങളെ കോയിൻ ഫോർജ് സക്സസ് ആക്കാൻ പറ്റിയ ഒരു ഷോർട്ട് ഐഡിയ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഒരു ഷോർട്ട് ഐഡിയ, കോയിൻ ഫോർജ് സക്സസ് ആക്കാൻ പറ്റിയ ഒരു ഷോർട്ട് ഐഡിയ, ഒരു ചെറുത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ടൈപ്പ് ചെയ്തിട്ട് ചെറുത്, വളരെ ചെറുത്, ഒരു വൺ വേർഡിലൊക്കെ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ആരുമില്ല അല്ലെ? ഓക്കെ, നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, എന്തായാലും എക്സിക്യൂഷൻ ആണത്, എക്സിക്യൂഷൻ. ഓക്കെ, എക്സിക്യൂഷൻ. അതായത് ഐഡിയാസ് എന്ന് പറയുന്നത് ഈസിയാണ്. ഐഡിയാസ് ആർക്കും പല രീതിയിലുള്ള ഐഡിയാസ് ഒക്കെ വരും. പക്ഷെ ഐഡിയനെ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം അല്ലെ. ആ ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ, ഇപ്പോ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വന്നു, എന്താണ്, കൈയൊക്കെ കെട്ടിയിരുന്ന് ചായ കുടിക്കാൻ പോയിരിക്കുന്ന സമയത്ത്, ഒരു കൂട്ടുകാരന്റെ കൂടെ നമ്മൾ ചായ കുടിക്കാൻ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും, അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ വ്യക്തികൾക്കും തോന്നിയിട്ടുള്ള കാര്യമായിരിക്കും, ഒരു ചായക്കട നമ്മളെ നാട്ടിൽ തുടങ്ങി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലെ. ഈ ഒരു ചിന്ത വന്നിട്ടുള്ള എത്ര പേരുണ്ടാവും? അല്ലെങ്കിൽ നല്ലൊരു പെട്രോൾ പമ്പ് കണ്ട സമയത്ത്, നല്ലൊരു സ്പോട്ട് കണ്ട സമയത്ത്, ഇവിടെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഇവിടെ ഒരു ഓഡിറ്റോറിയം തുടങ്ങി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലെ. ഇങ്ങനെ ഒരുപാട് ഐഡിയാസ് നമുക്കുണ്ട് അല്ലെ. ഐഡിയക്കൊന്നും ഒരു പഞ്ഞവുമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഐഡിയനെ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻറ്റോട് കൂടി അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നോ, അവിടെയാണ് നമുക്കൊരു എംപയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സിലാക്കുക, അവിടെ മാത്രമേ നമുക്കൊരു എംപയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ മൂവ്മെന്റ് ആണെങ്കിൽ പോലും നമുക്കത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഒരു എംപയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സക്സസ് നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത്, എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ നമ്മൾ എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഒരു സക്സസിലേക്ക് നമുക്ക് എത്താൻ പറ്റും അല്ലെ. ദ റിസൾട്ട് ഓഫ് അലൈൻമെന്റ് എന്നാ പറയുന്നത് സക്സസിനെ കുറിച്ചിട്ട്. സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു ലക്കല്ല. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ സക്സസ് എന്ന് പറയുന്ന ഒരു ഭാഗ്യത്തിന്റെ ഭാഗമായിട്ട് വരുന്നതെന്നുള്ളത്? ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? സക്സസ് എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുന്ന, ഒരു ഭാഗ്യത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന എത്ര പേരുണ്ട്? സക്സസ് എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ? സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു ഭാഗ്യമല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കുക, അത് കൃത്യമായിട്ട് നമ്മുടെ വിഷനെയും, ടയറിന്റെ അലൈൻമെന്റ്, ഒരു വീലിന്റെ അലൈൻമെന്റ് പോയാൽ എങ്ങനെ ഉണ്ടാവും, കൃത്യമായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? രണ്ടെണ്ണത്തിന്റെ സാധനം പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, കൃത്യമായി അലൈൻ ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്, അലൈൻ ചെയ്ത് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ അലൈൻ ചെയ്യേണ്ടത്, കൃത്യമായിട്ടുള്ള വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം, കൃത്യമായി അതിൻ്റെ ഒരു ആക്ഷൻ ഉണ്ടായിരിക്കണം. അത് കൃത്യതയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരതയോട് കൂടിയിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോ വ്യക്തികളും എത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോ വ്യക്തികളും എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിലോ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു യൂണിവേഴ്സിനോടോ നന്ദി പറയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം എന്താണ്, 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങൾ നല്ല രീതിയിൽ അച്ചീവ്മെന്റ്സ് എടുത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ള ഒരു കാര്യം 100% ഷുവർ ആണ്.
നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി റെക്കഗ്നൈസ് ചെയ്യാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ആരാണോ മികച്ച ലീഡർഷിപ്പ് ഉള്ള വ്യക്തി, അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓരോ വ്യക്തികളെയും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വ്യക്തികളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആക്ഷൻസ് എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു ലീഡർഷിപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഒരു സെൽഫിഷ് മൈൻഡിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ഒരു സർവീസ് മൈൻഡിലേക്ക് മാറും. ഓക്കെ, ഒരു സെൽഫിഷ് മൈൻഡിൽ നിന്ന് നമ്മളൊരു സർവീസ് മൈൻഡിലേക്ക് നമ്മൾ ഓരോ വ്യക്തികളും മാറും. നിങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാവും നിങ്ങൾ വന്നിട്ടുണ്ടാവുക അല്ലെ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോ ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു അറിവല്ല, ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത്, നിങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഓരോ വ്യക്തികളെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് സെർവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നിങ്ങളെ റിവാർഡ്സ് മൾട്ടിപ്പിൾ ആവും അല്ലെ. നിങ്ങൾക്ക് കിട്ടുന്ന ലെവലിംഗ് മൾട്ടിപ്പിൾ ആവും. ശരിയല്ലേ? ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റിവാർഡ്സിനെ മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർവീസ് മൈൻഡോട് കൂടിയിട്ട് ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ ഏറ്റെടുക്കുക. അവിടെ ചിലപ്പോ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനെ കൃത്യമായിട്ട് ആ ഒരു രീതിയിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു വ്യക്തിത്വമായിട്ട് മാറിയിട്ടുണ്ടാവും. അത് 100% അതും ഷുവറാണ്. ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളുണ്ട്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ മുന്നിൽ ഈ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കൃത്യമായിട്ട് ഒരു ലീഡർഷിപ്പിലേക്ക് എത്തിയ ഒരു വ്യക്തി, അത് അയാളുടെ സ്വന്തം ടീമാണോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ടീമാണോ എന്ന് നോക്കാതെ, സ്ക്രീനിൽ ആരോ ഓക്കെ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെയോ പങ്കാളിയുടെയോ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൺഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെ. ശരിയല്ലേ? അതുപോലെയാണ് ഇപ്പൊ ഉണ്ടായത്. ഓക്കെ, അപ്പോ സ്ക്രീനിലേക്ക് കളിക്കുന്നവര് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അല്ലെ. 5 സ്റ്റാറിന്റെ പരസ്യം കണ്ടിട്ടില്ലേ നമ്മള്? ചിലപ്പോഴൊക്കെ നമ്മള് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ആ കാര്യം മനസ്സിലാക്കുക. അപ്പോ നമുക്കറിയാത്ത കാര്യങ്ങളിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമുക്കറിയാത്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, നമ്മൾ തലയിടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് സക്സസിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ നല്ലൊരു സർവീസ് മൈൻഡോട് കൂടിയിട്ട്, അത് നമ്മുടെ അപ്ലൈൻ ആണോ, നമ്മുടെ ക്രോസ് ലൈൻ ആണോ, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ ടീമിലാണോ, നമ്മുടെ ഇപ്പുറത്തെ ടീമിലാണോ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ നല്ല രീതിയിൽ സെർവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും സക്സസിലേക്ക് എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ആക്ഷൻസ് എപ്പോഴാണോ ഒരു സർവീസ് മൈൻഡോട് കൂടിയിട്ട് പോകുന്നത്, അവിടെയാണ് നമ്മുടെ റിവാർഡ്സ് എന്ത് ചെയ്യുക, നമുക്ക് നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാല് ഒരു സക്സസ് എന്ന് പറയുന്നത്, സക്സസ് വരണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണോ കൃത്യമായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നത്, അവരായിരിക്കും എന്ത് ചെയ്യുക, സക്സസ് ആവുന്നത്. ഓക്കെ, അതൊരിക്കലും നമുക്ക് പെട്ടെന്ന് തന്നെ വേണമെന്ന് എന്തില്ല, യാതൊരു നിർബന്ധമില്ല. ശരിയല്ലേ? ആമയും മുയലുള്ള ഒരു പന്തയം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. ആമയും മുയലും എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ മുയല് ആമയെ എന്ത് ചെയ്തു, മുയല് നല്ല വേഗതയുള്ള ഒരു ജീവിയാണ്, മുയല് ആമയെ നിസ്സാരക്കാരനായി കണ്ടു. പക്ഷെ അവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആമ ഓടി എത്തുമ്പോഴേക്കും ഞാൻ എന്തായാലും കുറച്ചു നേരം കിടന്നുറങ്ങട്ടെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, മുയൽ കിടന്നുറങ്ങിയെങ്കിൽ ഇവിടെ ആമ ചെയ്ത കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മൂവിങ് നടത്തി എന്നുള്ളതാണ്. അത് നടത്തുമ്പോൾ ഒരിക്കലും ഹറി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല, അത് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെല്ലെ മെല്ലെ മെല്ലെയാണ് അത് മൂവ് ചെയ്തെന്നുണ്ടെങ്കിൽ, അവിടെയാണ് ആ ഒരു ആമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇഴഞ്ഞു നീങ്ങുകയാണെങ്കിലും നമ്മൾ സക്സസിലേക്ക് എത്തും എന്നുള്ള കാര്യം 100% എന്താണ്, ഷുവറാണ്. അതിനുവേണ്ട
വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമുക്കൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാലാണ്, കൃത്യമായിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ ഈ ഒരു ഭൂമിയിൽ നിന്ന് ഇല്ലാതെ ആയി കഴിഞ്ഞാലും നമ്മളെ മറ്റുള്ളവര് ഓർക്കുന്നത്, നമ്മൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും അല്ലെ. നമ്മള് ഏത് രീതിയിലാണ് നിങ്ങളെയൊക്കെ ഓർക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്? ഏത് രീതിയിലാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ആരുടെയെങ്കിലും പൈസ തട്ടിപ്പറിച്ച വ്യക്തികളായിട്ട് അറിയണമെന്നാണോ, അല്ലെങ്കിൽ ഒരുപാട് കുടുംബത്തിന് നന്മ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണോ? എന്താണ്? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാമോ? ആരുല്ലേ? ടൈപ്പ് ചെയ്യാവോ? നമ്മൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതെ ആയി കഴിഞ്ഞാലും നമ്മളെ കുറിച്ച് മറ്റുള്ളവര് നല്ല രീതിയിൽ അല്ലെ, നല്ല രീതിയിൽ നമ്മളെ കുറിച്ചിട്ട് സമൂഹം പറയണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു എന്താ പറയാ, ഒരു കൊള്ളപ്പലിശക്കാരനായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മളെ പറ്റി ആൾക്കാർ നല്ലത് പറയില്ല. സീരിയസ് ആയിട്ട് പറയാം. കാരണം ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മുടേതായിട്ടുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിലും ചുറ്റുപാടിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോ നമ്മള് മരിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഇമ്പാക്ട് ചെയ്യണം, മറ്റുള്ളവരിൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവണം. ഇപ്പോ രത്തൻ ടാറ്റയെ പറഞ്ഞു, രത്തൻ ടാറ്റ എന്താ പറയാ, മരിച്ചിട്ട് ഇപ്പൊ എത്ര മാസങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുപോലെ APJ അബ്ദുൽ കലാം മരിച്ചിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. പക്ഷെ അവരെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവരിവിടെ തന്നു പോയിട്ടുള്ള ഇൻഫ്ലുവൻസും അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇമ്പാക്റ്റും അവരിവിടെ നമ്മളിലേക്ക് തന്നിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറിയും ഉണ്ട് അല്ലെ. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, APJ അബ്ദുൽ കലാമിന്റെ അടുത്ത് നാസ എന്ന് പറയുന്ന ബഹിരാകാശ സംഘടന എന്ത് ചെയ്തു, അവരുടേതായിട്ടുള്ള ഓഫർ വെച്ചു. ആരാണ്? അമേരിക്കയാണ് വെക്കുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും മികച്ചതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ഒരു വരുമാനം അവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ലെഗസിയാണ് ക്രിയേറ്റ് ചെയ്തത്. അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളുടെ കോടികളുടെ സമ്പത്തല്ല വേണ്ടത്, എനിക്ക് കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ രാജ്യത്തെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്, എന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒരു പണത്തിന് വേണ്ടി മാത്രമാവാതെ, നമ്മൾ ഇവിടെ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ലെഗസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പോലും, നമ്മൾ ഈ ഒരു ഭൂമിയിൽ നിന്ന് ഇല്ലാതെ ആയി പോയി കഴിഞ്ഞാലും നമ്മുടെ ഇമ്പാക്റ്റ് ഇവിടെ നിലനിൽക്കണം, നമ്മുടെ ഇൻഫ്ലുവൻസ് ഇവിടെ നിലനിൽക്കണം, നമ്മുടെ സ്റ്റോറികൾ ഇവിടെ എന്നും മറ്റുള്ളവര് നല്ല രീതിയിൽ പറയുന്ന ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറണം. അതിന് വേണ്ടത് നമ്മൾ ഈ ഒരു പ്രൊജക്ട് കോയിൻ ഫോർച്യൂൺ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൃത്യമായൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് പോവുക, നല്ല രീതിയിൽ നോളജ് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക, നല്ല രീതിയിൽ ഒരു കൾച്ചർ ബിൽഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരുപാട് പേർക്ക് വരുമാനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന, റിയൽ സക്സസ് എന്ന് പറയുന്ന ഒരിക്കലും ഒരുപാട് വരുമാനം ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ഓർക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറാൻ സാധിക്കണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെഗസി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, ഒരു പൈതൃകം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു മരം നടുന്നുണ്ടെങ്കിൽ ആ മരത്തിന്റെ തണല്, ആ മരത്തിന്റെ തണല് ഒരിക്കൽ പോലും എനിക്ക് തണലാവില്ല, പക്ഷെ അത് മറ്റുള്ളവർക്ക് തണലായി തീരുമെന്നുള്ള ആ ഒരു ബോധ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ഒരു മരം നടുകയെന്ന് വെച്ച് കഴിഞ്ഞാല് അതാണ് ലെഗസി എന്ന് പറയുന്നത്. അത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഓരോ വ്യക്തികൾക്കും സാധിക്കട്ടെ. നമുക്ക് ഒരിക്കലും ആ ഒരു മരത്തണലിൽ ഇരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ആയിരക്കണക്കിന് കണക്കിന് ലക്ഷക്കണക്കിന് പേർക്ക് അത് തണലാകുമെന്നുള്ള കാര്യം, ഒരുപാട് കിളികൾക്ക് അത് തണലാകുമെന്നുള്ള കാര്യം, ഒരുപാട് കിളികൾക്ക് അത് കൂടാകുമെന്നുള്ള കാര്യം, ഒരുപാട് പേർക്ക് അത് നല്ല മനോഹരമായ പഴങ്ങൾ നൽകുമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വ്യക്തി നമ്മൾ ചിന്തിക്കുക. ഇവിടെ എനിക്ക് കൃത്യമായി നിങ്ങൾ ഓരോ വ്യക്തികളോടും പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓരോ വ്യക്തികളും മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ യാത്രയും എന്താണ്, ഒരു പുതിയ തുടക്കമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യതയോട് കൂടിയിട്ട് അതിനെ ഒരു അവബോധത്തോടു കൂടി മനസ്സിലാക്കുക. നമ്മൾ ഭൂമിയിൽ നിന്ന് അവശേഷിപ്പായിട്ട് മാറുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നല്ലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇത് കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ നമ്മൾ കാണേണ്ട രീതി എന്ന് പറയുന്നത് ലേൺ ചെയ്യുക, ലീഡ് ചെയ്യുക, അതിനുശേഷം നമ്മൾ നല്ല രീതിയിലൊരു ലെഗസി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാവുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു ഒരു സക്സസ്ഫുൾ മാൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ വുമൻ ആയിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റി നോക്കി കാണുന്ന ഒരു റോൾ മോഡലായിട്ട് നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായിട്ട് ഞാനിവിടെ പറഞ്ഞു തന്ന പോയിന്റുകളെ നിങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വേണ്ടത് എന്താണ്, ഒരു കൃത്യമായിട്ടുള്ള വെളിച്ചമാണ്. ആ വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ആണ് വേണ്ടത്. ആ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിഷനാണ്. അത് കഴിഞ്ഞാൽ ആ ഒരു വിഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ആക്ഷനിലേക്ക് മൂവ് ചെയ്യണം. ആക്ഷനിലൂടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കണം. ആ എക്സിക്യൂഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു സക്സസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സക്സസ് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കൂടെ വന്നവർക്ക് വേണ്ടി കൂടെയുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഒരു വെളിച്ചത്തിൽ നിന്ന് നല്ല രീതിയിലൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു യാത്ര നമുക്ക് പോവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.